ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിൻസ് അമേസിംഗ് വേൾഡ്. ഇന്ന് ഗോവ സീരീസിലെ 4th വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളിത് പലതവണ റീൽസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അവർ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് നല്ലതായിരുന്നു, ആ റിവ്യൂ വെച്ചിട്ടാണ് നമ്മളിവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ ഈ വെജ് കഴിക്കുന്ന ആൾക്കാരെ ഓൾറെഡി ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംഭവബഹുലമായ ഗോവ സീരീസിൻ്റെ സെക്കൻഡ് ഡേ ലഞ്ച് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വലതുകാലം വെച്ച് കയറാൻ പോവുകയാണ്. അങ്ങനെ എവിടെയാണ് ഇരിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. മീൻസ് നമ്മൾ ഇത്രയും പേരുണ്ട്, ഏകദേശം 15-16 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. 4 പേര് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, 3 പേര് ഓൾറെഡി വെജ് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവസാനം നമുക്ക് ഒരു സൈഡിൽ ടേബിൾ സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ ടേബിൾ സെറ്റാക്കി ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ പരിപാടികളിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ലോബ്സ്റ്റർ കേട്ടോ. ഇത് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുക. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കഴിച്ച് നോക്കിയാൽ പറയാം കേട്ടോ. ഗോവയിൽ ചിക്കനേക്കാളും ഫേമസ് ഫിഷാണ് കേട്ടോ. എല്ലാവരും ഈ സീ ഫുഡ് ലക്ഷ്യം വെച്ചാണ് ഗോവയിലേക്ക് വരാം. ഈ വൈറ്റ് പോംഫ്രറ്റ് കണ്ടിട്ട് കൊതിയായിട്ടോ. നമ്മുടെ കോഴിക്കോടാണെങ്കിൽ വൈറ്റ് പോംഫ്രറ്റ് അധികം കിട്ടാറില്ല. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിലേക്ക് പോയി. ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്ക് ആ സ്വിങ്ങിലിരുന്ന ആളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളാണെങ്കിൽ ആ സമയത്ത് ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാണ് കേട്ടോ. പിന്നെ ഈ ഫാറ്റ് ഫിഷ് എന്ന് എഴുതിയ അവരുടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് തോന്നി. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയായിട്ടോ. സമയമാണെങ്കിൽ ഓൾറെഡി 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശന്ന് കുടൽ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിശപ്പും വെച്ചുകൊണ്ടാണ് ഈ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് വന്നപ്പോൾ ടേബിളൊക്കെ സെറ്റായി, എല്ലാവരും സെറ്റിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ മെനു ആയിട്ട് നോക്കി എന്തൊക്കെയുണ്ടെന്ന്. എന്തൊക്കെ നോക്കിയാലും നമ്മൾ അവസാനം ഓർഡർ ചെയ്തത് താലി ആയിരിക്കും കേട്ടോ. ഫിഷ് താലിയാണ് ഇവിടുത്തെ ഫേമസ്. അപ്പോൾ നമ്മളെല്ലാവരും ഫിഷ് താലി തന്നെ ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനിടയ്ക്ക് നമുക്ക് കുടിക്കാൻ എന്താ വേണ്ടത്, പിന്നെ സൈഡ് ഡിഷായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാനാണെങ്കിൽ ജ്യൂസ് ഉണ്ട്, പല രീതിയിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഗോവ ഈസ് ഫോർ എവറി വൺ. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക, മറ്റുള്ളത് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ സൈഡ് ഡിഷൊക്കെ ഓരോന്നായിട്ട് വന്നിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഇത് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഫാറ്റ് ഫിഷിൽ വന്ന ആൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് കേട്ടോ അവർ, മുൻപത്തെ എക്സ്പീരിയൻസൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടാളത് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. എല്ലാവരും താലി ഓർഡർ ചെയ്തുകൊണ്ട് അത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലുള്ള മെനു ഒക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നാളെ എവിടേക്കാണ് പോവുക ലഞ്ചിനൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു, ലഞ്ച് കഴിഞ്ഞിട്ട് എവിടെ പോകുന്നൊക്കെ. അപ്പോൾ നമ്മുടെ താലി എത്തിയിട്ടോ കൂട്ടുകാരെ, കണ്ടോ. ആ താലീൻ്റെ കൂടെ തന്നെ നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസും കൂടി വന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലത്തെ ആ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഗ്രേവി വരെ നമ്മളെടുത്തു. അങ്ങനെ ഈ ഫോട്ടോ ഒന്നും കണ്ട് നെറ്റുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് താലി കേട്ടോ, ഫുൾ ഫോട്ടോയാണ് താലീൻ്റെ. ഫിഷ് താലിയാണ്. ഇതിൽ ഉണക്കച്ചെമ്മീൻ്റെ ഡ്രൈ ഉണ്ട്, പിന്നെ പല ഫിഷിൻ്റെ കറിയുണ്ട്, ഗോവൻ സ്റ്റൈലുള്ള കറിയാണ്. അപ്പോൾ ഈ നമ്മുടെ കൊങ്ങണീസ് ഉണ്ടാക്കുന്ന ടൈപ്പ്, ഞാൻ ആ ടൈപ്പ് കറിയൊക്കെ മുമ്പ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിഷ് കറിയാണ്. നോക്കിയാൽ എത്ര വലുതാണെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ താലിക്ക് എത്ര രൂപയാണെന്ന് അറിയോ? 550 റുപ്പീസ്, അത്രേ ഉള്ളൂ കേട്ടോ. ഈ കക്ക ഉണ്ടല്ലോ, കക്കയുടെ ഒരു കറിയുണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക കറിയുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു വെജ് കറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഊണൊക്കെ വാങ്ങുകയാണെങ്കിൽ ആൾക്കാരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എല്ലാവരും നോൺ വെജ് ഫിഷൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചോദിക്കുക വെണ്ടയ്ക്ക വേണോ, വേറെ ഈ പച്ചക്കറി ഐറ്റംസ് ഉണ്ടല്ലോ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ.
എനിക്കാണെങ്കിൽ ഈ ഡ്രൈ ഫിഷിൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഡ്രൈ ചെമ്മീൻ്റെ. പിന്നെ ഈ ഇതൊക്കെ കഴിച്ച് തീർക്കാനുള്ളൊരു സമയമില്ല. പിന്നെ നമ്മൾ കഴിച്ച് തീരുമ്പോൾ തന്നെ സമയമായിട്ടോ, 4:30 ആയി നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു താലി കഴിക്കാൻ വേണ്ടി നമ്മൾ 1 hour എടുത്തു. അങ്ങനെ കുറേ ടൈപ്പ് ഫിഷ് ഉണ്ട്. അപ്പോൾ റിവർ ഫിഷും ഉണ്ട് കേട്ടോ, ഗോവയിലെ റിവർ ഫിഷും ഉണ്ട്. ചോറ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുട്ടിയുടെ താലിയല്ല കേട്ടോ ഓർഡർ ചെയ്തത്, അവരവർക്ക് വേണ്ട പോലെ ഡിഷസ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിൻറ്റ് ലൈം ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് ഫ്രൂട്ട് ജ്യൂസും ഓർഡർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തിട്ടോ, ചെറിയൊരു ഷോപ്പിംഗ്, അത്ര വലുതൊന്നുമില്ല. മീൻസ് ഒരു 3-4 കട കയറി, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയ നേരത്തെ വെജ് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയ ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡും അടിപൊളിയായിരുന്നു, നമ്മുടെ ഫുഡും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഇന്നത്തെ ലഞ്ച് അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ഞാൻ വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഗോവ സീരീസിൽ. അതല്ലാതെയും വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാം. എന്നിട്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.